അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പന്റെ ചികിത്സാ ദൗത്യം നാളെ തുടങ്ങും. അവസാനഘട്ട സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി വനംവകുപ്പ്. ഇപ്പോൾ ദൗത്യസേന അംഗങ്ങൾക്കായി പ്രത്യേക മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയാണ്. 120 അംഗങ്ങളാണ് ദൗത്യ സംഘത്തിൽ ഉള്ളത്. നാളെ രാവിലെ കൂടിന്റെ ബലപരിശോധന നടത്തിയ ശേഷമാകും ദൗത്യം ആരംഭിക്കുക. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, നേരത്തെയുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏത് തരത്തിൽ കൊമ്പനെ ചികിത്സിക്കാനുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്? ലക്ഷ്മി, മുറിവേറ്റ കൊമ്പനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി. ആനക്കൂടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണുള്ളത്. അതിന്റെ ബലപരിശോധന കൂടി അന്തിമമായി നാളെ രാവിലെ നടക്കും. പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ ദൗത്യം ആരംഭിക്കുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപ് ഇതിനു മുന്നോടിയായിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ ഡോക്ടർ അരുൺ സക്കറിയയുടെയും വാഴച്ചാൽ DFOയുടെയും നേതൃത്വത്തിൽ നടന്നു. 120-ലേറെ അംഗങ്ങൾ ആണ് ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. വെറ്റിനറി ഓഫീസർമാരും ഡോക്ടർമാരും സഹായികളും വനംവകുപ്പ് ജീവനക്കാരും അടങ്ങുന്ന 120-ലേറെ അംഗങ്ങളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുക. നാളെ പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ ഈ ദൗത്യം തുടങ്ങാനാണ് മാറ്റുക. മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് മയക്കുവെടി വെച്ച് സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകുക തുടങ്ങിയ ജോലികളാണ് പ്രാഥമിക ഘട്ടത്തിൽ ഉള്ളത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ആനയെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തുടർച്ചയായി ജനവാസ മേഖലയിലും ചാലക്കുടി പുഴയുടെ തീരങ്ങളിലും സാലഡിക് പ്ലാന്റേഷനിലുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുറിവേറ്റ കൊമ്പനുള്ളത്. അതുകൊണ്ട് തന്നെ ആനയെ കണ്ടെത്തുന്നതിന് വലിയ പ്രയാസം ഉണ്ടാകില്ല. സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷം മയക്കുവെടി വെക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഈ മയക്കുവെടി വെച്ച ശേഷം സ്റ്റാൻഡിംഗ് സെഡേഷനിൽ നിൽക്കുന്ന ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടുകൂടി വനംവകുപ്പിന്റെ പ്രത്യേക വാഹനത്തിൽ കയറ്റുകയാണ് 2ാം ഘട്ടം. അതിനുശേഷം കോടനാട്ടേക്ക് എത്തിക്കുകയാണ് 3ാം ഘട്ടം. പിന്നീടായിരിക്കും ആനയുടെ ചികിത്സ ആരംഭിക്കുക എന്നുള്ളതാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ഇപ്പോൾ ഇന്ന് ഇവിടെ ചാലക്കുടിയിൽ ആതിരപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ നടത്തുക. അതിനുശേഷം നാളെ പുലർച്ചെ ഈ ദൗത്യത്തിനായി ഇറങ്ങും. അതിനുശേഷം ദൗത്യം ആരംഭിച്ച് ആനയെ പിടികൂടാനായി കഴിഞ്ഞാൽ കോടനാട്ടേക്ക് മാറും. മലയാറ്റൂർ ബേസ് ക്യാമ്പായിട്ടായിരിക്കും പ്രവർത്തനങ്ങൾ നടത്തുക. അതിന് മുന്നോടിയായിട്ടുള്ള കൂടിന്റെ ബലപരിശോധനകളടക്കം പൂർത്തീകരിച്ചു. മൂന്നാറിൽ നിന്നും 137 യൂക്കാലിപ്സ് മരങ്ങൾ എത്തിച്ചുകൊണ്ടാണ് കൂട് ബലപ്പെടുത്തിയത്. വൈകുന്നേരത്തോടുകൂടി കൂടിന്റെ ബലപ്പെടുത്തുന്ന ജോലികളെല്ലാം പൂർത്തീകരിച്ചു. പുതിയ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കഴകൾ നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിലാണ് ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് അധികൃതർക്ക് ഇപ്പോഴും വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. ഈ ആനയെ പിടികൂടുക ഇത്തരമാണെങ്കിലും അതിനെ ചികിത്സ നൽകിയാൽ അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഈ ദൗത്യസേനാംഗങ്ങൾ എല്ലാവരും തന്നെ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത് അതിരപ്പള്ളിയിൽ നിന്ന്.